ഹലോ, ഇന്ന് സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ബാക്ക് ഹാൻഡ് ഡിസൈൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ 4 ലൈൻ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടുവിൽ വരുന്ന ആ ഒരു പോർഷന് നല്ല തിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും താഴെ വരുന്ന ലൈനിൽ ഹംസ് ആണ് വരച്ചിട്ട് കൊടുക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു സ്പൈറൽ വരച്ചിട്ട് കൊടുക്കുകയാണ്. വീണ്ടും അതിന് ചുറ്റും ഹംസ് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹംസ് വരയ്ക്കുമ്പോൾ കുറച്ച് തിന്നായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗി, അല്ലാതെ തിക്കാക്കിയിട്ട് വരക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഒരേ അളവിൽ വേണം നിങ്ങൾ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെ ആക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മളെ ഡിസൈൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇവിടെ 3 പെറ്റൽസ് ആണ് കേട്ടോ. ഈ ഒരു സ്പൈറലും ഹംസും വെച്ചിട്ടുള്ള 3 പെറ്റൽസാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്കിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരയ്ക്കുന്നതാണോ അതോ വരയ്ക്കൽ മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. ഞാൻ ലാസ്റ്റ് വരച്ചിട്ടുള്ള ഈ ഒരു പെറ്റലിന് താഴെയായിട്ട് ഇതേപോലെ കുറച്ച് വൈൻസ് വരച്ച്, അപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു ലൈനിൽ വീണ്ടും ഹംസ് തന്നെയാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ പെറ്റൽസിന് മുകളിലൂടെയായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരേ ഷേപ്പിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഡോട്ട്സ് ഇടാൻ വേണ്ടിയിട്ട്. ഒരേ വലിപ്പത്തിൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ഒരു സ്പൈറൽ വരച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ ഹംസ് തന്നെയാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ ഹംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിനാണ് ഫ്രിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് മുകളിലായിട്ട് ഒന്ന് തിക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈഡായിട്ടുള്ളൊരു റൗണ്ട് വരച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഒരു ലൈന് കൂടെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് തിക്കാക്കി പ്രഷർ കൂട്ടിയിട്ട് നമ്മളൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വൈൻസ് കൂടെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിക്ക് ചെയ്തിട്ടുള്ള റൗണ്ടിന് മുകളിലൂടെയായിട്ട് നല്ല തിന്നായിട്ടുള്ളൊരു റൗണ്ട് കൂടെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിന് മുകളിലായിട്ട് ഹംസാണ് വരക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ ഹംസ് വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള ഡിസൈനിൽ മെയിനായിട്ടുള്ള ഒരു താരമാണ് കേട്ടോ ഈ ഒരു ഹംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഹംസ് വരയ്ക്കുന്നത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൈറൽ കൂടെ വരച്ചിട്ട് വീണ്ടും നമ്മൾ ഹംസ് വരച്ചിട്ട് കൊടുക്കുകയാണേ. ഏറ്റവും താഴെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഇതുപോലുള്ള 3 എണ്ണം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ദേ 2 ആയി. ഇനി നമുക്ക് ഒന്നുകൂടെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണോ അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഡിസൈൻസ് ഒക്കെ ആണോ ഇഷ്ടം എന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഈ പെറ്റൽസിന് മുകളിലൂടെ ആയിട്ട് വൈൻസാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. വൈന് വരക്കാൻ എല്ലാവർക്കും സിമ്പിൾ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു റൗണ്ടിന് മുകളിലൂടെയായിട്ടും ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫിംഗർ ഡിസൈൻ വളരെ സിമ്പിളായിട്ടാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. ആദ്യം 4 ലൈൻ വരച്ചിട്ട് അതിന് നടുവിൽ വരുന്ന ഭാഗം തിക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹംസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഫ്രിൽസും അതുപോലെ തന്നെ ആ ഒരു പെറ്റലുമാണ് ഇവിടെ വരച്ചിട്ട് കൊടുക്കുന്നത്. വൈനും വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ രീതിയിൽ തന്നെയാണ് മറ്റുള്ള ഫിംഗറിലെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. സൽവാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഭംഗി ഉണ്ടാകും ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടി. പിന്നെ മെഹന്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒത്തിരി ഡിസൈനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. പിന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ബാക്ക് ഹാൻഡ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.